മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു കടുത്ത സപ്പോർട്ടർ എന്ന് പറയില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ഫസ്ട്രേറ്റഡ് ആണ്. ഞാൻ മാത്രമായിരിക്കില്ല, ഒരുവിധം എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇഷ്ടപ്പെടുന്നവരും ഫസ്ട്രേറ്റഡ് ആയിരിക്കും. ദേഷ്യം വന്നിട്ടുണ്ടാവും. കാരണങ്ങളുണ്ട്. മിഡ് വീക്കിലെ മത്സരം വെസ്റ്റാമിനെതിരെയായിരുന്നു. എവിടെയായിരുന്നു? ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ ദേഷ്യം വരുന്നുണ്ട്. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ 1-1 സമനില. ഗോൾ അടിക്കുന്നില്ല. ജയിക്കുന്നു വിചാരിച്ച കളിയെന്ന് അതൊക്കെ. അതുപോലെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും ജയിക്കാൻ കഴിഞ്ഞ സമനിലയായി. റോയ്ക്കീനൊരു അത് കഴിഞ്ഞിട്ടുള്ളൊരു അഭിമുഖത്തിൽ കാര്യം പറഞ്ഞു, ഈ ടീം പ്രതീക്ഷിക്കാത്ത കളികൾ ജയിക്കുന്നു, പ്രതീക്ഷിക്കുന്ന കളികൾ ജയിക്കുന്നില്ല, ഈ ടീം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന ലെവലിലൊരു കമൻറ്റ് തോന്നി. ശരിയാണ്, ഒരു തെറ്റും പറയാനില്ല. കാരണം വെസ്റ്റാമിനെതിരെ ഓൾഡ് ട്രാഫോർഡിൽ ഇത്രയും അവസരം കിട്ടിയിട്ട് ഒരു 3 പോയിന്റ് കിട്ടാവുന്ന കളിയിൽ സമനിലയാക്കി അത് മാറ്റി. വളരെ നിരാശപ്പെടുന്നതാണ്. കഴിഞ്ഞ വീക്കെൻഡിൽ ഞായറാഴ്ച നടന്ന കളിയിൽ നമ്മുടെ ക്രിസ്റ്റൽ പാലസ് ആയിട്ടാണ് കളി. ക്രിസ്റ്റൽ പാലസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു. അത് ഒരു ഗോൾ ആദ്യം ക്രിസ്റ്റൽ പാലസ് അടിച്ചിട്ട് 2 തിരിച്ചടിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു. അതും ഒരു ക്രിസ്റ്റൽ പാലസാണ്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ക്രിസ്റ്റൽ പാലസ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് എന്തായാലും തോക്കുമായിരിക്കും, കാരണം പ്രതീക്ഷിക്കൊന്നുമില്ല, ക്രിസ്റ്റൽ പാലസാണ്. പക്ഷെ ആ കളി ജയിച്ചു. റോയ്ക്കും പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം റോയ്ക്കും പോലും അല്ലെങ്കിൽ ആരും പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ക്രിസ്റ്റൽ പാലസ് അത് ജയിക്കുന്നു. പക്ഷെ അത് ജയിച്ചു. പക്ഷേ ഹോമിൽ നടന്ന ഓൾഡ് ട്രാഫോർഡിൽ നടന്ന ഈ മിഡ് വീക്കിൽ നടന്ന കളിയിൽ വെസ്റ്റാമിനായിട്ട് 1-1, ഒരു 2 ആഴ്ച മുമ്പ് നടന്ന കളിയിൽ എവർട്ടനെതിരെ 1-0 ഹോം ഗ്രൗണ്ട് തോറ്റു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കളികളൊക്കെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരായാലും ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. അതും എവർട്ടനെ പോലുള്ള ടീം. പിന്നെ അത് മോശക്കാരെന്നല്ല പറഞ്ഞത്, പക്ഷേ എവർട്ടൻ വെസ്റ്റാം തുടങ്ങിയിട്ടുള്ള ടീമുകൾക്കെതിരെ സുഖസുന്ദരമായിട്ട് 3 പോയിന്റ് എടുക്കാവുന്ന കളിയിൽ എവർട്ടനായിട്ട് ഹോം ഗ്രൗണ്ടിൽ തോറ്റു, 3 പോയിന്റ് പോയി. പിന്നെ വെസ്റ്റാമായിട്ട് ഹോം ഗ്രൗണ്ടിൽ സമനില, 2 പോയിന്റും പോയി കിട്ടി. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഫസ്ട്രേറ്റഡ് ആവും, ദേഷ്യം വരും, സ്വാഭാവികം. എന്തായാലും ഇനി തിങ്കളാഴ്ച രാത്രിയിൽ നമ്മുടെ വോൾഫായിട്ടാണ് കളി. അതും ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ടാണ്. പ്രത്യേകത എന്ന് പറയാമെങ്കിൽ വോൾഫ് ഈ സീസണിൽ മോശം പെർഫോമൻസ് ആണ്. ടേബിളിൽ ഏറ്റവും താഴെയാണ് വോൾഫ് ഇരിക്കുന്നത്. 2 പോയിന്റേ ഉള്ളൂ. അത് കാരണം കൊണ്ട് വോൾഫിനെതിരെ ജയിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാം സ്ഥാനത്ത് വരെ എത്താവുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയ കാരണം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഹോം ഗ്രൗണ്ട് ആണെങ്കിലും ഒക്കെ അവർക്ക് കണക്ക് തന്നെയാണ്. പക്ഷേ മത്സരമുണ്ട്, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഈ കളിയെങ്കിലും ജയിച്ച് ഒരു 5ാം സ്ഥാനത്ത് കയറും ലെവലിൽ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ട് രസകരമായ കളി സംഭവം. എവേ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ജയിച്ചിട്ട് വരും, ഹോം ഗ്രൗണ്ടിൽ പരാജയമാവുകയും ചെയ്യും. പക്ഷെ അത് മാറ്റേണ്ടതുണ്ട്. ഹോം ഗ്രൗണ്ടിൽ വരുന്നത് സ്വന്തം കാണികളാണ്, അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പരിക്കുണ്ട്, ഹാരി മക്വയറിന് പരിക്കാതുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട്, ബെഞ്ചമിൻ സെസ്കോ പരിക്കാണ് മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ റീപ്ലേസ്മെൻറ്റ്സ് ഒന്ന് സ്ട്രോങ് ആയി വരണം. പക്ഷേ ഡിഫൻസ് ഓക്കെ, പക്ഷേ ഗോൾ അടിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഈ ഹാഫ് ചാൻസ് ആയ പോലും അത് ഗോളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്, പക്ഷെ അത് പറ്റണം. എംബോമോ കിട്ടുന്ന പെർഫോമൻസ് കളിച്ചപ്പോൾ ഗ്രാഫ് താഴോട്ടാണ്. കയറി വരാതെ നിവർത്തിയില്ല. എങ്കിലും ഇതുവരെ ഇങ്ങനെ പെർഫോമൻസ് ആണെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കാത്തിരിക്കുന്നു.